സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കുന്ന കാര്യത്തിൽ സ്കൂൾ അധികൃതർക്ക് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സഹായം സ്കൂളിന് ആവശ്യമെങ്കിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഉറപ്പാക്കണം എന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷപ്ന സിയാദ് ചേരുന്നു. ഷപ്ന, വളരെ നിർണായകമായ ഉത്തരവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് കോടതി ഇത്തരത്തിൽ സ്കൂളുകളിൽ രാഷ്ട്രീയം അനുവദിക്കുന്ന തരത്തിലുള്ള ഒരുപക്ഷെ അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവിലേക്ക് എത്തിയത്? രശ്മി, സ്കൂൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് കണ്ണൂർ പട്ടന്നൂർ KPC ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് സ്കൂളുകളിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മത്സരിക്കുകയും അതുപോലെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് നിരോധിക്കണം എന്നാണ് ആവശ്യം. അപ്പോൾ ഹൈക്കോടതി ഇതിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത് സ്കൂൾ അധികാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാം. സ്കൂളിൽ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് നടത്തണമോ എന്ന കാര്യത്തിൽ സ്കൂൾ അധികൃതരാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള സഹായം സ്കൂളിന് ആവശ്യമാണെങ്കിൽ സർക്കാർ അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് ഇവർ ഇത് ഉറപ്പാക്കണം എന്നാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഇടക്കാല ഉത്തരവ്. ഈ ഇടക്കാല ഉത്തരവിൽ തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് സ്കൂളുകൾക്ക് തീരുമാനമെടുക്കുന്നതോടൊപ്പം തന്നെ സ്കൂളുകൾ ഇത് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് പോകണമെങ്കിൽ സർക്കാരിന്റെ സഹായം ഉണ്ടെങ്കിൽ സർക്കാർ സഹായിക്കണം എന്നാണ് നിർദ്ദേശം. ഈ ഹർജിയിൽ ഹൈക്കോടതി സംസ്ഥാന സർക്കാർ അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത് പിന്നീട് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇടക്കാല ഉത്തരവാണ്. ഷപ്ന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.